ഹലോ ഫ്രണ്ട്സ്, നമ്മളെ മക്കൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഐറ്റം അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്താലോ. എല്ലാവരും ഉണ്ടാക്കി മടുത്തതാണ്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അടിപൊളി ബീഫ്, നല്ല സൂപ്പർ ബീഫും കുറച്ച് കപ്പയും കൂടെ അരിഞ്ഞ് നമ്മൾ അടുപ്പിൽ വെള്ളം തിളപ്പിച്ച് കപ്പ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കപ്പ ഒത്തിരി കൂടെ വേവാണ്ട്, അപ്പം ചെറു വേവട്ടെ. അത് അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനായിട്ടുള്ള മെയിൻ സംഭവം ബീഫ് വേവിക്കേണ്ട. അപ്പോൾ ബീഫ് വേവിക്കാൻ നമ്മളൊരു കുക്കറിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് സവാള ഇട്ട്, പിന്നെ അതിനകത്ത് കുറച്ച് കൊച്ചുള്ളി ഇട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇതൊന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ 2, 3, 4, 5 പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടാണ് ഞാനിത് വഴറ്റുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ വഴഞ്ചി കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഉപ്പെന്ന് പറയുമ്പോൾ, ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്, മീനാടാണ്. അവിടെ ഈ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കവർ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഉപ്പ്. അപ്പോൾ ഈ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുമന്ന് വരാണ്ട്. അപ്പോൾ ചുമന്ന് വരുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഈ ഉള്ളി വാടി നല്ല ചുമന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ, അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്താ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ച് തോനെ ഞാൻ ചേർക്കും. അപ്പോൾ ഇത് 2 ടീസ്പൂൺ ഇട്ടിട്ട് ഇത് വഴഞ്ഞ് നല്ല വരാൻ നേരത്ത് നമുക്ക് കുറച്ച് ഇനം മുളക് പൊടിയൊക്കെ ഇടണ്ടേ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നത്, ചുമന്ന് കാശ്മീരിയും ഇതും കൂടെ ചേർത്താണ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അളവ് തെറ്റും, അതൊക്കെ സ്വാഭാവികം, 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ഗരം മസാല ഇടണം, അത് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴണ്ടിങ്ങനെ വരണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നി നോക്കിയപ്പോൾ ഞാൻ അത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇടണം. ഇത് വഴണ്ടി വരുമ്പോൾ കണ്ടോ നല്ല ഈ കളറാവും. അപ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ചേക്കുന്ന നല്ല അടിപൊളി ബീഫാണ്. ബീഫ് കണ്ടിട്ട് വേവ് അധികം ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ബീഫിൻ്റെ എല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് ബീഫ് തട്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മൾ ലേശം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നെ സഹായിക്കുന്നത് ഉമ്മച്ചിയും കൂടെയാണ്. അതുകൊണ്ടൊരു ക്യാമറ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് നിങ്ങൾ. എൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഉമ്മയാണ് ഈ ഇളക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കുക്കർ അടിച്ചിട്ട് നമുക്കൊരു 6 വിസിലേക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഈ കപ്പ ബിരിയാണിക്ക് മെയിനായിട്ട് വേണം. വേറെ ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ തേങ്ങാക്കൊത്തുണ്ടല്ലോ, നമ്മൾ ഈ ബീഫ് വരട്ടിനൊക്കെ ഇടുന്നേ, അതുപോലെ ഈ തേങ്ങാക്കൊത്ത് ഈ പരുവാക്കി എടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇടണം. കുറച്ച് തേങ്ങ ഇട്ട് നമ്മൾ കുറച്ച് ജസ്റ്റ് ഗോൾഡ് കളറാക്കി എടുത്താൽ മതി. നമ്മൾ ഒരുപാട് വറുക്കേണ്ട. കുറച്ച് കരിവേപ്പില ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. തീ കൂടിപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ജസ്റ്റ് വഴറ്റിയെടുത്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ കപ്പ ബിരിയാണി എന്താകും, നമ്മൾ ബീഫ് എന്തോ എന്നറിയണ്ടേ, നല്ല അടിപൊളി തിളച്ച സൂപ്പർ ബീഫാണ്. നമുക്കിതൊന്ന് വെന്താണെന്നൊന്ന് നോക്കണം. വേവായിരുന്ന കുട്ടികളൊക്കെ കഴിക്കുന്നില്ലേ, അപ്പം നമുക്കിതൊന്ന് നോക്കാം. വെന്തിട്ട് നല്ല സൂപ്പർ. അപ്പോൾ 5 വിസിൽ കറക്റ്റ് നല്ല സൂപ്പർ ബീഫായതുകൊണ്ടാണ് അത്രയും നല്ല ഇതാണ്. നമ്മൾ വേറൊരു പാത്രത്തിൽ ഈ ബീഫ് അങ്ങോട്ട് തട്ടിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് വറ്റട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ എന്തോരണം, നമ്മൾ കപ്പ ഇടണ്ടേ, വേവിച്ചിട്ട് കപ്പ, നല്ല സൂപ്പർ കപ്പ അങ്ങോട്ട് തട്ടുക. എന്നിട്ട് നമ്മൾ ആ തേങ്ങ കൊത്തിടണം. പിന്നെ നമ്മുടെ തേങ്ങ വറുത്ത ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഇളക്കണം. ഇളക്കിയിട്ട് ഈ തേങ്ങ ഞാൻ നേരത്തെ ഈ പരുവൊന്നും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ തേങ്ങ ഇട്ടാലും സൂപ്പർ ടേസ്റ്റാണ്. ചിലർ തേങ്ങ ഇടത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ ഐഡിയയും കൂടെ ഞാൻ ചെയ്തതാണ്. തേങ്ങാക്കൊത്തും ഇട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കണം. ഒരുമിച്ച് എല്ലാം കൂടെ ഇളക്കിയിട്ട് ഈ കപ്പ കൂടെ ഒന്ന് ഉടയണം കേട്ടോ. അപ്പോൾ ഞാനത് ഉമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത്, എനിക്ക് ഉടയ്ക്കാൻ ഇച്ചിരി ഇത് കാരണം ഉമ്മ അങ്ങോട്ട് ഉടച്ചതാ ഇത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം. ഇനി വേവിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ആവി ഒന്ന് ദമ്മാവുന്ന ഒരു മണം വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഉടച്ച് മല്ലിയിലയൊക്കെ ഒന്ന് അതിലെ മണമൊക്കെ ഒന്ന് പിടിച്ചെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിത് കഴിക്കാൻ പോകുന്നത് എന്തിലാണെന്ന് അറിയണ്ടേ, ഇലയിലാണ് കഴിക്കാൻ പോകുന്നത്. ഒരു വലിയ വാഴയില അങ്ങോട്ട് വെട്ടിയിട്ട് കുറച്ച് സവാള കൊത്തി അരിഞ്ഞതും നമ്മുടെ ആ കുറച്ച് ഭാഗം ഞാൻ പിള്ളേർക്ക് കരുത്തെ വിശക്കുമ്പോൾ കഴിച്ചാൽ അതാണ് കുറച്ച് പോയത്. കുറച്ച് ഈ സവാളയും കൂടെ മുകളിലിട്ടിട്ട് നമ്മളിതങ്ങോട്ട് ടേസ്റ്റ് ചെയ്യണം. എൻ്റെ പൊന്നു സാറേ, വേറൊന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നുസ്ര കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പിടിക്കണം. ടാറ്റാ.